أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولم ير الذين كفروا أن السماوات والأرض كانتا رتقا ففتقناهما وجعلنا من الماء كل شيء حي أفلا يؤمنون وجعلنا في الأرض رواسي أن تميد بهم وجعلنا فيها فجاجا سبلا لعلهم يهتدون وجعلنا السماء سقفا محفوظا وهم عن آياتها معرضون وهو الذي خلق الليل والنهار والشمس والقمر كل في فلك يسبحون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1035 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ അംബിയയിലെ 30 മുതൽ 33 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولم ير الذين كفروا أن السماوات والأرض كانتا رتقا ففتقناهما وجعلنا من الماء كل شيء حي أفلا يؤمنون وجعلنا في الأرض رواسي أن تميد بهم وجعلنا فيها فجاجا سبلا لعلهم يهتدون وجعلنا السماء سقفا محفوظا وهم عن آياتها معرضون وهو الذي خلق الليل والنهار والشمس والقمر كل في فلك يسبحون. صدق الله العلي العظيم. സൂറത്തുൽ അംബിയയിലെ 30 മുതൽ 33 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഏകത്വത്തെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിനെയും ഊന്നിപ്പറയുന്ന അതിന് പിൻബലമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ആയാത്തുകളാണ് സൂറത്തുൽ അംബിയയിൽ നമ്മൾ വായിച്ചു വരുന്ന ഭാഗത്ത് അടങ്ങിയിട്ടുള്ളത്. മക്കയിൽ അവതരിച്ച സൂറത്തുൽ അംബിയ പ്രശ്നവൽക്കരിക്കുന്നത് മുഖ്യമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വവും അദ്ദേഹം കൊണ്ടുവന്ന കിതാബിന്റെ ദൈവികതയും ഒക്കെയാണ്. അള്ളാഹുവിന്റെ ഏകത്വത്തിനെ തിരസ്കരിച്ചുകൊണ്ട് എണ്ണമറ്റ ഇലാഹുകളെ ആരാധ്യന്മാരായി സ്വീകരിച്ച, അവയെ ആരാധിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് കഴിയുന്ന ഒരു സമൂഹമാണ് ഇവിടെ അഭിസംബോധന ചെയ്യപ്പെടുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവര് പിന്തുടർന്നു വരുന്ന ജീവിത സരണി സത്യാധിഷ്ഠിതമാണോ അല്ലേ എന്നതിനെ കുറിച്ചുള്ള ആലോചനയോ ചിന്തയോ ഉള്ളവരല്ല. ഒരു പാരമ്പര്യത്തിന്റെ പുറകിലായിട്ട് ചില ആചാരങ്ങളുടെ ആളുകളായിട്ട്
ജീവിക്കുകയാണ് അവർ ചെയ്യുന്നത്. ആ ആളുകളുടെ മുന്നിലേക്കാണ് എല്ലാ പ്രവാചകന്മാരും എല്ലാ വേദഗ്രന്ഥങ്ങളും പഠിപ്പിച്ച അതേ കാര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. അവർക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്ന ആ ജീവിത സരണിയെ സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ട രണ്ട് ഏറ്റവും അടിസ്ഥാനപരമായ തെളിവുകളാണ്, പിൻബലങ്ങളായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളാണ് കാണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് ഈ പ്രപഞ്ചം തന്നെയാണ്. പ്രപഞ്ചത്തിലെ അസംഖ്യം പ്രതിഭാസങ്ങള് അള്ളാഹുവിന്റെ ഏകത്വത്തെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ളതാണ് എന്നത് അതിന്റെ പല തലങ്ങളും വിശകലനം ചെയ്തുകൊണ്ട് നാം മനസ്സിലാക്കിയിട്ടുണ്ടായി. രണ്ടാമത്തത് വിശുദ്ധ ഖുർആൻ ഉൾപ്പെടെയുള്ള മുഴുവൻ വേദഗ്രന്ഥങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള തെളിവാണ്. ഈ വേദഗ്രന്ഥങ്ങളിലോ പ്രപഞ്ച സംവിധാനത്തിന്റെ അസംഖ്യം പ്രതിഭാസങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ അടിസ്ഥാനത്തിലോ പോലും ഈ പ്രപഞ്ചത്തിന് ഒന്നിലേറെ നാഥന്മാരുണ്ട് എന്ന കാര്യം ബോധ്യപ്പെടുത്തി തരുന്നതായിട്ട് യാതൊന്നും ഉള്ളതായി നമുക്ക് കാണാൻ സാധ്യമല്ല എന്നതാണ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ ബുദ്ധിപരമായ തെളിവായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്ന് വായിച്ചു വെച്ചിട്ടുള്ള 30 മുതൽ 33 വരെയുള്ള ആയത്തുകൾ കടന്നു വരുന്നത്. അള്ളാഹുവിന്റെ സന്നിധിയിലുള്ള മാലാഖമാരൊന്നും തന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് വൈമനസ്യം കാണിക്കുന്നവരോ അതിൽ മടുപ്പുള്ളവരോ അല്ല. അവര് കാരുണ്യവാനായ റബ്ബ് ഒരു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ ഈ മാലാഖമാര് ഏറ്റവും ആദരണീയരായ അള്ളാഹുവിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ച അടിമകളാണ്, അള്ളാഹുവിന്റെ ദാസന്മാരാണ്. അള്ളാഹുവിന്റെ മുന്നിൽ അവര് സംസാരത്തില് അവനെ കവച്ചു വെക്കുന്ന വിധത്തില് ഒരിക്കലും അവർ നിലക്കൊള്ളുകയില്ല. അവന്റെ കൽപ്പനകള് ശിരസ വഹിച്ചുകൊണ്ട് അത് നടപ്പിലാക്കുന്നതില് മത്സരിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിന് നിരന്തരമായിട്ട് അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ആളുകളാണ് ഈ മാലാഖമാർ. അള്ളാഹുവിന്റെ അടുക്കൽ ഈ മാലാഖമാര് അനർഹരായ ഒരാൾക്ക് വേണ്ടിയും ശഫാഅത്ത് ചെയ്യുകയില്ല. അള്ളാഹുവിന്റെ അനുമതിയുള്ള ശഫാഅത്തിന് അർഹതയുള്ളവർക്കും വേണ്ടി മാത്രമാണ് അവര് അള്ളാഹുവിന്റെ മുന്നിൽ ശബ്ദിക്കുക. അവരാരും തന്നെ അള്ളാഹുവിനോടൊപ്പം തങ്ങളും ഇലാഹാണ് എന്ന് പറയുന്നവരല്ല. അങ്ങനെ എങ്ങാനും ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് നരകശിക്ഷയാണ് ഫലമായിട്ടുണ്ടാവുക. പക്ഷെ ഒരിക്കലും തന്നെ ഒരു മലക്കിനും അങ്ങനെ പറയാൻ സാധ്യമല്ല. ഒരു മാലാഖയും ഞാൻ അള്ളാഹുവിനോടൊപ്പം ആരാധിക്കപ്പെടേണ്ട ഇലാഹാണ് എന്ന് പറയുകയില്ല. കാരണം അതിനേക്കാളൊക്കെ എത്രയോ ഉപരിയായിട്ട് കാര്യങ്ങളുടെ യാഥാർത്ഥ്യം അറിയുന്നവരും അതിനെ പൂർണ്ണമായി അംഗീകരിക്കാൻ സന്നദ്ധതയുള്ളവരുമാണ് മലക്കുകൾ. ഇനി ചില പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലേക്കാണ് അള്ളാഹു നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത്. അള്ളാഹുവിന്റെ ഏകത്വത്തെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന പ്രതിഭാസങ്ങളാണ്. സകലതിനെയും വളരെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു റബ്ബുണ്ട് എന്നത്
നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന ചില പ്രാപഞ്ചിക പ്രതിഭാസങ്ങളാണ് ഇവിടെ അള്ളാഹു നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. നേരത്തെ പ്രതിപാദിക്കപ്പെട്ട ഏതാനും ആയത്തുകൾ ബഹുദൈവത്വത്തിന്റെ ഷിർക്കിന്റെ അടിത്തറ തകർക്കുന്ന പ്രാപഞ്ചികമായ ന്യായങ്ങളും സൂചനകളുമായിരുന്നെങ്കിൽ ഇവിടെ അള്ളാഹുവിന്റെ ഏകത്വത്തെ ഉയർത്തി കാണിക്കുന്ന വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ അള്ളാഹു നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്, ചൂണ്ടിക്കാണിക്കുകയാണ്. നമുക്ക് ഇന്ന് വായിച്ചു വെച്ച ആയത്തുകൾ നോക്കാം. അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള കാനത റത്ഖ. സത്യനിഷേധികള് ആലോചിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ? സത്യനിഷേധികൾ കാണുന്നില്ലേ? അന്ന സമാവാതി വൽ അർള കാനത റത്ഖ, ഈ ഒരു പ്രാപഞ്ചിക വസ്തുത, ആകാശങ്ങളും ഭൂമിയും ഒരൊറ്റ എൻറ്റിറ്റി ആയിരുന്നു. ആകാശങ്ങളും ഭൂമിയും അടങ്ങിയിട്ടുള്ള ഈ പ്രപഞ്ചം ഒന്നാകെ തന്നെ പരസ്പരം ഒട്ടിച്ചേർന്ന് കിടക്കുന്ന ഒരൊറ്റ സോളിഡായ എൻറ്റിറ്റി ആയിരുന്നു എന്ന കാര്യം. എന്നിട്ടോ എന്നിട്ട് നാം അവ രണ്ടിനെയും വേർപെടുത്തുകയാണ് ഉണ്ടായത്. അള്ളാഹുവിന്റെ വിവരണത്തിൽ ഇവിടെ ഈ പ്രപഞ്ച സംവിധാനത്തില് രണ്ട് പാർട്ടുകളായിട്ടാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒന്ന് ആകാശങ്ങളുടെ വാനലോകം, ഉപരിലോകം. മറ്റത് ഭൂമിയുടെ ഈ കീഴ്ഭാഗം അല്ലെങ്കിൽ ഈ അധോലോകം. ഇങ്ങനെ രണ്ട് യൂണിറ്റുകളായിട്ടാണ്. ആ കാലഘട്ടത്തിൽ മനുഷ്യന് ലഭ്യമായിരുന്ന പ്രപഞ്ച വിജ്ഞാനത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ആ ജ്ഞാനത്തിന്റെ പ്രതലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു വിവരണമാണത്. ആളുകൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക കൂടി വേണം എന്നതാണ് അതിന്റെ താല്പര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അത് നിത്യ യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു സംഘട്ടനവും സംഘർഷവും ഒന്നും ഉള്ള വിധത്തിലല്ല എന്നതാണ് ഏറ്റവും വിസ്മയകരമായ കാര്യം. അള്ളാഹുവിടെ പറയുന്നത് ഈ സത്യനിഷേധികൾ ആലോചിക്കുന്നില്ലേ? അവലം യറല്ലദീന കഫറു എന്നതിന്റെ അടിസ്ഥാനപരമായ ഭാഷാ തലത്തില് വായിക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സത്യനിഷേധികൾ കാണുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അന്നസമാവാതി വൽ അർള കാനത റത്ഖ, ആകാശങ്ങളും ഭൂമിയും ഒരൊറ്റ സോളിഡ് എൻറ്റിറ്റി ആയിരുന്നു. ആകാശങ്ങളും ഭൂമിയും ഒക്കെ പരസ്പരം ഒട്ടിച്ചേർന്ന ഒരൊറ്റ സംഗതിയായിരുന്നു എന്നത്. ഫതഖ്നാഹുമ, പിന്നീട് നാം അവയെ വേർപെടുത്തുകയാണ് ഉണ്ടായത് എന്നതും അവര് കാണുന്നില്ലേ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. സത്യനിഷേധികൾ കാണുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഈ കാര്യം മനുഷ്യൻ ഇത് സംബന്ധമായിട്ട് മനുഷ്യനൊരു ധാരണ ഉണ്ടാവുന്നത് തന്നെ വിശുദ്ധ ഖുർആന്റെ അവതരണം കഴിഞ്ഞ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ടതിന് ശേഷം. ഒരുപക്ഷെ ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പരിചയമുള്ള ഒരു പ്രതിഭാസമാണ് സ്കൂൾ തലത്തിലൊക്കെ പ്രപഞ്ചോൽപത്തിയെ കുറിച്ച് പറയുന്ന ഒരു വിശദീകരണം, ബിഗ് ബാങ് തിയറി കേട്ടിട്ടുണ്ടാവും. ഒരു മഹാവിസ്ഫോടനം ഉണ്ടായിക്കൊണ്ടാണ് ഒരൊറ്റ സോളിഡ് എൻറ്റിറ്റി ആയിരുന്ന, ഒരു സോളിഡ് മാസ് ആയിരുന്ന ഈ പ്രപഞ്ചം പല ഗോളങ്ങളായിട്ട് രൂപപ്പെട്ടത് എന്നത് ശാസ്ത്ര അനുമാനം, ശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന പ്രപഞ്ചോൽപത്തിയെ കുറിച്ചുള്ള ഒരാശയമാണ് ബിഗ് ബാങ് തിയറി. ഒരു മഹാവിസ്ഫോടനം ഉണ്ടായി. അതുവരെ ഈ പ്രപഞ്ചം എന്ന് പറയാവുന്നത് ഒരൊറ്റ സോളിഡ് മാസ് ആയിരുന്നു. എന്തോ ഒരു കാരണത്താൽ ഒരു മഹാവിസ്ഫോടനം ഉണ്ടാവുകയും ആ സോളിഡ് മാസ് പല കഷ്ണങ്ങളായി പൊട്ടിത്തെറിച്ച് അത് ഓരോന്നും ഓരോ ഭാഗങ്ങളിലായിട്ട് ഓരോ ഗോളങ്ങളായിട്ട് രൂപപ്പെടുകയും ചെയ്തു എന്നതാണ് ശാസ്ത്രം അനുമാനിക്കുന്ന കാര്യം. ശാസ്ത്രത്തിന്റെ ഈ അനുമാനത്തിലേക്ക് ശാസ്ത്രം അല്ലെങ്കിൽ മനുഷ്യ സമൂഹം എത്തുന്നത്
ഭൂമുഖത്ത് പതിനായിരക്കണക്കിന് വർഷങ്ങൾ അല്ലെങ്കിൽ അവരുടെ നാഗരികമായ മുന്നേറ്റത്തിന്റെ വലിയൊരു കാലം തന്നെ പിന്നിട്ടതിന് ശേഷം വളരെ സമീപകാലത്താണ്, കഴിഞ്ഞ 1-2 നൂറ്റാണ്ടുകൾക്കുള്ളിലാണ് ഈ ഒരു ആശയം രൂപപ്പെട്ടു വരുന്നത് തന്നെ, ബിഗ് ബാങ് എന്ന ആശയം ഉണ്ടായി വരുന്നത്. പക്ഷെ ഈ ബിഗ് ബാങ് തിയറി മുന്നോട്ട് വെക്കുന്ന ഈ ആശയത്തിനോട് വളരെ സദൃശതയുള്ള ഒരാശയമാണ് ഖുർആൻ ഇവിടെ പ്രപഞ്ചോൽപത്തിയെ കുറിച്ച് പറയുന്നത്. അപ്പോ അവര് കണ്ടില്ലേ എന്ന ചോദ്യം ആരും കണ്ടിട്ടുണ്ടാവില്ല ആ നിലക്ക് പറഞ്ഞാൽ. കാരണം അങ്ങനെ ബിഗ് ബാങ് എന്നൊരു സങ്കല്പം അല്ലെങ്കിൽ ഒരാശയം തന്നെ രൂപപ്പെടുന്നത് സമീപകാലത്താണല്ലോ. ഖുർആന്റെ അവതരണം കഴിഞ്ഞ് ഒരു 1200 വർഷങ്ങളെങ്കിലും പിന്നിട്ടിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ആശയം രൂപപ്പെട്ടു വരുന്നത് തന്നെ. സ്വാഭാവികമായിട്ടും ആകാശങ്ങളും ഭൂമിയും ഒരൊറ്റ സോളിഡ് മാസായ ഒരു എൻറ്റിറ്റി ആയിരുന്നു എന്ന കാര്യം ആരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോ ഇവിടെ സൂചന അങ്ങനെയല്ല, ഖുർആനാണ് ഈ ആശയം ലോകത്തോട് ആദ്യമായിട്ട് പറയുന്നത്. ആകാശങ്ങളും ഭൂമിയും ഒരൊറ്റ സോളിഡ് എൻറ്റിറ്റി ആയിരുന്നു, പിന്നീട് നാം അതിനെ പിളർക്കുകയാണ് ഉണ്ടായത്. ഇക്കാര്യം ഈ നിഷേധികൾ ആലോചനയ്ക്ക് വിധേയമാക്കുന്നില്ലേ എന്ന വിധത്തില് മനസ്സിലാക്കുകയാണ് വേണ്ടിവരിക. ഇതിന്റെ ആദ്യ ഭാഗത്തിൽ അവലം യറല്ലദീന കഫറു എന്ന് പറയുന്നത് ഈ നിഷേധികൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കൂട്ടാക്കുന്നില്ലേ, ഈ നിഷേധികൾ ഇക്കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ സന്നദ്ധരാവുന്നില്ലേ. എന്തിനെ കുറിച്ചാണ്? അന്നസമാവാത്തി വല്ലാറുള്ള കാനത്താറസത്ത, ആകാശങ്ങളും ഭൂമിയും ഒരൊറ്റ സോളിഡ് എൻറ്റിറ്റി ആയിരുന്നു, ഒരൊറ്റ ഒട്ടിപ്പിടിച്ചു കിടക്കുന്ന ഒരു പിണ്ഡമായിരുന്നു എന്നത് അവര് മനസ്സിലാക്കുന്നില്ലേ. ഇങ്ങനെ ഇതാണ് വസ്തുത എന്നത്. കാനത്ത റത്തുഖ് എന്ന് പറഞ്ഞാൽ പരസ്പരം ഒട്ടിച്ചേർന്ന് ഒരൊറ്റ എൻറ്റിറ്റി ആയിട്ട്, ഒരൊറ്റ പിണ്ഡമായിട്ട് നിലകൊള്ളുന്ന ഒരു സംഗതിക്കാണ് റത്തുഖ് എന്ന് പറയാം. നമുക്ക് ഒരുപാട് ഐസ് കട്ടകള് പെറുക്കി വെച്ച് ഒന്നിച്ച് കൂട്ടിപ്പിടിച്ചു വെച്ചാൽ കുറച്ചു നേരം അങ്ങനെ അത് ഇരുന്നാല് അത് പരസ്പരം ഒട്ടിച്ചേർന്ന് ഒരൊറ്റ ഐസ് കട്ടയായിട്ട് മാറും. അത് നമുക്ക് റത്തുഖ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. കുറച്ചു കഴിഞ്ഞാൽ ഈ ഐസ് കുറെ കാലം മുന്നേ അല്ലെങ്കിൽ കുറച്ച് നാളുകൾ മുന്നേ, കുറച്ച് സമയം മുന്നേ ഒരുപാട് കഷ്ണങ്ങളായിരുന്നു എന്നത് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ ഒറ്റ ഒന്നായിട്ട് മാറിയിട്ടുണ്ടാകും. ഈ ഒറ്റ ഒന്നായി മാറിയതിനെ ഒരു പ്രത്യേക കൽപ്പന കൊടുത്താൽ അല്ലെങ്കിൽ ഒരു ടെക്നോളജി ഉപയോഗിച്ചാൽ അവ നേരത്തെ ഏത് വിധത്തിലാണ് ഉണ്ടായിരുന്നത് ആ വിധത്തിലേക്ക് അതിനെ പിളർത്തി കഷ്ണങ്ങളാക്കാനും സാധിച്ചെന്ന് വരാം. എന്നായാലും പ്രപഞ്ചോൽപത്തിയുടെ കഥയാണ് അള്ളാഹു ഇവിടെ വിവരിക്കുന്നത്. ആകാശങ്ങളും ഭൂമിയും ഒരൊറ്റ സോളിഡ് എൻറ്റിറ്റി ആയിരുന്നു, ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരൊറ്റ പിണ്ഡമായിരുന്നു ആകാശങ്ങളും ഭൂമിയും എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം ഒന്നാകെയും. സമാവാത്തു വൽ അർള് എന്നത് പ്രപഞ്ചം എന്ന ആശയം മുന്നോട്ട് വെക്കാൻ വേണ്ടി ഖുർആൻ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. അപ്പോ പ്രപഞ്ചത്തില് ഇന്ന് നമ്മൾ കാണുന്ന സകല പ്രതിഭാസങ്ങള്, ഇതിലടങ്ങിയിട്ടുള്ള മുഴുവൻ ഗോളങ്ങള്, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങള്, ഇവയൊക്കെ ചുറ്റിക്കൊണ്ട് കറങ്ങുന്ന ഉപഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഇതൊക്കെ തന്നെ ഒന്നാകെ ഒരൊറ്റ സോളിഡ് മാസായിരുന്നു. അതിനെ ഫതഖ്നാഹുമ, ആ അവസ്ഥയിലായിരിക്കെ നാം അതിനെ വേർപെടുത്തുകയാണ് ഉണ്ടായത്. ഇതാണ് ഖുർആൻ പറയുന്ന കാര്യം. പ്രപഞ്ചോൽപത്തി ഉണ്ടായത് ഇങ്ങനെയാണ്. ഈ സത്യനിഷേധികൾ അതിനെക്കുറിച്ച് ആലോചനയുള്ളവരാകുന്നില്ലേ എന്നാണ് ചോദ്യം. ആ വിധത്തിലേ നമുക്കത് ബുദ്ധിപരമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു അർത്ഥം കൊടുക്കും. അവര് കണ്ടില്ലേ എന്ന അർത്ഥത്തില് നമ്മൾ വായിച്ചാൽ സത്യനിഷേധികൾ എന്നല്ല, സത്യവിശ്വാസികൾ പോലും കണ്ടിട്ടുണ്ടാവില്ല അത്. കാരണം ആ ഒരു
ആശയം തന്നെ രൂപപ്പെട്ടു വരുന്നത് പിന്നീടാണ്. ശാസ്ത്ര ലോകത്ത് മനുഷ്യൻ അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത് വളരെ കാലം പിന്നിട്ടതിന് ശേഷമാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഈ ഒരു ആശയം മനുഷ്യന്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അവരതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ലേ, അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ലേ എന്ന നിലക്ക്. അതിന് അറബി ഭാഷയിൽ യറ എന്ന വാക്കിന് ആ അർത്ഥതലത്തിലേക്ക് കാര്യങ്ങൾ വായിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നല്ല, വിശുദ്ധ ഖുർആനിൽ തന്നെ പലയിടത്തും ആ പദം അത്തരം അർത്ഥസാധ്യതകൾക്ക് വേണ്ടി ഉപയോഗിച്ചത് കാണാനും സാധിക്കും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നില്ല. വിശുദ്ധ ഖുർആനിൽ പലയിടത്തും ഈ പദം യറ എന്ന വാക്കിന്റെ വിവിധ രൂപങ്ങൾ ആലോചിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചത് കാണാൻ കഴിയും. അറഅയ്ത എന്ന വാക്കൊക്കെ വരുന്നത് അങ്ങനെയാണ്. അതൊക്കെ ഈ റൂട്ടിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. നിങ്ങൾ ആലോചിക്കുന്നില്ലേ, നിങ്ങൾ കണ്ടില്ലേ, താങ്കൾ കണ്ടില്ലേ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ അത് കാണല് മാത്രമല്ല, ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ആ പ്രയോഗം ഖുർആനിൽ പലയിടത്തും വന്നിട്ടുള്ളത്. ആ ഒരു ആംഗിളിൽ, ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെയും ഈ സത്യനിഷേധികൾ ആലോചിക്കുന്നില്ലേ, ആകാശങ്ങളും ഭൂമിയും ഒരൊറ്റ എൻറ്റിറ്റി ആയിരുന്നു, അതിനെ ഏകനായ റബ്ബ് നാം ഫതഖ്നാഹുമ, നാം അതിനെ രണ്ടായി, രണ്ട് ഭാഗങ്ങളായിട്ട് പിളർക്കുകയായിരുന്നു. ആകാശം എന്ന് പറയുന്നത് വാനലോകം, അതിലെല്ലാം പെടും. അതും നമ്മളുടെ ഒരു സങ്കല്പമാണല്ലോ. ആകാശം എന്ന് പറഞ്ഞാൽ അറബിയില് സമാ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഉപരിലോകം എന്നാണ്. സുമൂവ് എന്ന് പറഞ്ഞാൽ ഹൈനെസ് എന്നാണ് അർത്ഥം. ഉന്നതമായത്, ഉയർച്ച എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ സമാവാത്ത് എന്നുള്ളത് അതിന്റെ ബഹുവചനാണ്. ഉയരങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. യഥാർത്ഥത്തില് ഏറ്റവും കൃത്യമായിട്ട് ആകാശത്തെക്കുറിച്ച് ഒരു വിവരണം നൽകുന്ന വാക്കാണ് ഈ സമാവും സമാവാത്തും ഒക്കെ. നമ്മൾ മലയാള ഭാഷയിൽ ആകാശം എന്ന് പറയുമ്പോൾ ആ വാക്കിന് അനന്തമായി നീണ്ടുകിടക്കുന്ന, പരന്നു കിടക്കുന്ന, അകന്നു പോകുന്ന ഉയരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാറില്ല. അതിന് പകരം നമ്മൾ കുറെ ഉയരത്തിലേക്ക് അങ്ങ് കയറി ചെന്നാൽ നമുക്കൊന്ന് തൊട്ടു നോക്കാനൊക്കെ പറ്റുന്ന ഒരു പ്രതലമാണ് എന്ന നിലയ്ക്ക് ഇംഗ്ലീഷിൽ ഫെർമമെന്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഇതേ അർത്ഥത്തിലാണ്. അങ്ങനെ ഉയർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് തലമുട്ടി നോക്കാൻ പറ്റുന്ന, തൊട്ടു നോക്കാൻ പറ്റുന്ന ഒരു പ്രതലം എന്ന ഒരു ആശയമാണ് ആകാശത്തിന് മലയാള ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും ഒക്കെ ഉള്ളത്. പക്ഷെ അറബിയിൽ വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്ന പദം അങ്ങനെ തൊട്ടു നോക്കാൻ കഴിയുന്ന, തലകൊണ്ട് മുട്ടി നോക്കാൻ പറ്റുന്ന ഒരു പ്രതലമല്ല. നമ്മൾ കൂടുതൽ കൂടുതൽ അങ്ങോട്ട് ഉയർന്നു പോകുന്തോറും നമ്മളിൽ നിന്ന് അങ്ങനെ അകന്നകന്ന് പോകുന്ന ഒരു കാഴ്ച അനുഭവം മാത്രമാണ് ആകാശം. ആകാശങ്ങള് എന്നതുകൊണ്ട് ഖുർആൻ ഉദ്ദേശിക്കുന്നത്, സമാവാത്ത് എന്നതുകൊണ്ട് ഖുർആൻ ഉദ്ദേശിക്കുന്ന ഉയരങ്ങൾ എന്ന ഭാഷാ തലത്തിലുള്ള അർത്ഥം കിട്ടുന്ന പദാണത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഗോളങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള പ്രപഞ്ചം അല്ലെങ്കിൽ പ്രപഞ്ചങ്ങൾ തന്നെ ആവാനാണ് അതിന്റെ ഭാഷാപരമായ സാധ്യത നമുക്ക് സൂചിപ്പിച്ചു തരുന്നത്. എന്തായാലും ആകാശങ്ങളും ഭൂമിയും ഒരൊറ്റ റത്തക്കായിരുന്നു എന്നത് ഇവരാലോചിക്കുന്നില്ലേ? സത്യനിഷേധികൾക്ക് അതിനെക്കുറിച്ച് ആലോചനയില്ലേ? ആ ഒരൊറ്റ എൻറ്റിറ്റി ആയിരുന്ന, ഒരൊറ്റ പിണ്ഡമായിരുന്ന, ഒരേ ഒരു മാസായിരുന്ന ഈ പ്രപഞ്ചം, ഒരു റത്തക്കായിരുന്ന ഈ ദൃഷ്ടിപ്രപഞ്ചം, നമ്മൾ കാണുന്ന ഈ ദൃശ്യപ്രപഞ്ചം, അത് ഫതഖ്നാഹുമ, നാം അതിനെ വേർപെടുത്തുകയാണ് ഉണ്ടായത് എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോ പ്രപഞ്ചോൽപത്തിയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ആകാശങ്ങളും ഭൂമിയും ഒക്കെ അടങ്ങുന്ന ഈ പ്രപഞ്ചം ഒരൊറ്റ സോളിഡ് മാസായിരുന്നു. പിന്നീട് നാം അവയെ പിളർക്കുകയാണ് ചെയ്യുകയുണ്ടായത്. ഈ വസ്തുത സത്യനിഷേധികളെ ചിന്തിപ്പിക്കുന്നില്ലേ എന്നാണ് ചോദ്യം. എന്താണ് ചിന്തിപ്പിക്കേണ്ടത്? ന്യായമായിട്ടും അതിന് കേന്ദ്രീകൃതമായ ഒരു ആസൂത്രണം നിർവഹിക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന കാര്യം
ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ അവർക്ക് ആലോചിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ എന്നതാണ് ഉന്നയിക്കപ്പെടുന്ന ചോദ്യം. വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ. വെള്ളത്തിൽ നിന്ന് അവൻ ജീവനുള്ള എല്ലാറ്റിനെയും സൃഷ്ടിച്ചിരിക്കുന്നു എന്ന കാര്യവും, സകല ജീവജാലങ്ങളെയും ജീവന്റെ തുടിപ്പുള്ള സകലതിനെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നത്, അത് ജൈവലോകമായാലും സസ്യലോകമായാലും, സസ്യങ്ങളുടെ കൂട്ടത്തിലുള്ളതായാലും അതുപോലെ ജന്തുക്കളുടെ കൂട്ടത്തിലുള്ളതായാലും, ജീവൻ ഉള്ള എല്ലാറ്റിനെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നത് ജലത്തിൽ നിന്നാണ് എന്ന കാര്യം സമീപകാലത്ത് മാത്രം മനുഷ്യൻ ശാസ്ത്രീയമായ പഠനത്തിലൂടെ എത്തിച്ചേർന്ന ഒരു കൺക്ലൂഷനാണ് ജീവന്റെ ഉത്ഭവം ജലത്തിൽ നിന്നാണ് എന്നത്. ഖുർആൻ അവതരിച്ചിട്ട് 1450 വർഷങ്ങൾ പിന്നിടുകയാണ്. എന്നാൽ ഈ ആയത്ത് മുന്നോട്ട് വെക്കുന്ന ശാസ്ത്ര ആശയം അത് മനുഷ്യന് വളരെ സമീപകാലത്ത് മാത്രമേ ഒരു ശാസ്ത്ര സത്യമായിട്ട് കണ്ടെത്താൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ ഈ കാര്യവും സത്യനിഷേധികളെ ചിന്തിപ്പിക്കുന്നില്ലേ എന്നതാണ് ഖുർആന്റെ ചോദ്യം. നേരത്തെ പറഞ്ഞ പ്രപഞ്ചം, ആകാശങ്ങളും ഭൂമിയും അടങ്ങിയ ഒരു മാസ്, ഒരു പിണ്ഡം, ഒരൊറ്റ സോളിഡ് എൻറ്റിറ്റി ആയിരുന്നു. അതിനെ നാം പലതായി പിളർക്കുകയാണ് ഉണ്ടായത് എന്ന കാര്യം, എന്ന വസ്തുത ഈ നിഷേധികളെ ചിന്തിപ്പിക്കുന്നില്ലേ? അതുപോലെ തന്നെ ജീവനുള്ള സകലതിനെയും നാം സൃഷ്ടിച്ചിട്ടുള്ളത് വെള്ളത്തിൽ നിന്നാണ് എന്ന കാര്യവും ഇവരെ ചിന്തിപ്പിക്കുന്നില്ലേ എന്നാണ് ആ തുടക്കത്തിലുള്ള അവലം യറല്ലദീന കഫറു എന്നതിനോട് അത് ചേർത്ത് വായിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജീവൻ ഉത്ഭവിക്കുന്നതിന്, ഉടലെടുക്കുന്നതിന് വെള്ളം വേണം, ജലം വേണം. ജീവൻ നിലനിൽക്കുന്നതിനും വെള്ളം വേണം. ഒരൊറ്റ വർഷം ഭൂമിയിലേക്ക് മഴ വർഷിക്കാതെ കടന്നു പോവുകയാണെങ്കിൽ സസ്യലോകം മുഴുവനും ചത്തൊടുങ്ങുന്നത് നമ്മൾ കാണുന്നു. അതിലെ ചെറിയ ചെറിയ ചെടികള്, ആയുസ് കുറഞ്ഞ തരം ചെടികളും മരങ്ങളും ഒക്കെ ആദ്യം അങ്ങ് ചത്തുപോകും. പിന്നീട് ദീർഘകാലം ജീവിക്കുന്ന ചെടികൾ, മരങ്ങള് ഉണങ്ങി കരിഞ്ഞു വാടി അത് ഉതിർന്നു വീഴുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ജീവികൾ കുറച്ചുകൂടിയൊക്കെ കാലം പിടിച്ചു നിൽക്കാനിടയുണ്ട്. ജലസ്രോതസ്സുകൾ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ പോയി തേടി പിടിച്ച് ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊക്കെ കുറച്ചു കാലം കൂടിയൊക്കെ ജീവികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പോ ജീവൻ നിലനിൽക്കണമെങ്കിൽ വെള്ളം ആവശ്യമാണ് എന്നത് എല്ലാവർക്കും എളുപ്പത്തിൽ ബോധ്യപ്പെടുന്ന കാര്യമാണ്. എന്നാൽ ജീവൻ ഉത്ഭവിച്ചിട്ടുള്ളത് ജലത്തിൽ നിന്നാണ് എന്ന കാര്യം, ജീവനുള്ള സകലതിനും ഉണ്മയുണ്ടായിട്ടുള്ളത് ജലത്തിൽ നിന്നാണ്. അള്ളാഹു ജലം ആണ് അതിന്റെ നിമിത്തമായി വെച്ചിരിക്കുന്നത് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഈ ഒരു കാര്യം അറിയുന്ന ആളുകള് പൗരാണിക ലോകത്തുണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. ഖുർആനാണ് അത് മുന്നോട്ട് വെക്കുന്നത്. ശാസ്ത്രം അത് അന്വേഷണ പഠനങ്ങളുടെയൊക്കെ ഫലമായിട്ട് അത് സമീപകാലത്താണ് എത്തിച്ചേർന്ന ഒരു നിഗമനം ജീവന്റെ ഉത്ഭവം വെള്ളത്തിൽ നിന്നാണ് എന്നതാണ്. മനുഷ്യനെ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, വ്യത്യസ്ത ഘട്ടങ്ങളെ പരാമർശിച്ചുകൊണ്ടൊക്കെ പറയുമ്പോഴും അടിസ്ഥാനപരമായി മനുഷ്യനും ജലത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ഒരു കാര്യം ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ഹദീസുകളിൽ ഇതിന്റെ വിശദാംശങ്ങളും കാണാൻ പറ്റും. മനുഷ്യന്റെ ഉത്ഭവം, ഒരു സ്പീഷീസ് എന്നുള്ള നിലക്ക് ജലം മനുഷ്യന്റെ സൃഷ്ടിപ്പില് തീർച്ചയായിട്ടും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. ജീവന്റെ നിലനിൽപ്പിനും ജലം ആവശ്യമാണ്. മനുഷ്യന്റെ ഉൽപ്പത്തി, ജീവജാലങ്ങളുടെയും സസ്യലോകത്തിന്റെയും ഒക്കെ ഉൽപ്പത്തി ജലത്തിൽ നിന്നാണ് എന്ന കാര്യം
ശാസ്ത്രലോകത്ത് തർക്കം നിലനിൽക്കുന്ന ഒരു വിഷയമല്ല. അത് ശാസ്ത്രലോകത്ത് അംഗീകരിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. സകല ജീവജാലങ്ങളും അതുപോലെ സസ്യലോകത്തെ സകല പ്രതിഭാസങ്ങളും അവയില് ജീവൻ ഉണ്ടാവുന്നത് ജലത്തിൽ നിന്നാണ് എന്നാണ്. ആ ജീവൻ നിലനിൽക്കുന്നതും ജലം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് എന്നതാണ് വസ്തുത. അപ്പൊ ഇക്കാര്യം സത്യനിഷേധികളെ ആലോചനയുള്ളവരാക്കുന്നില്ലേ? അവർക്ക് ആലോചിക്കാൻ പറ്റുന്നില്ലേ? ഏകനായ ഒരു പ്രപഞ്ചനാഥൻ ഇത്തരം ആസൂത്രണങ്ങൾക്ക് വളരെ അനിവാര്യമാണ് എന്ന കാര്യം അവർക്ക് ബോധ്യപ്പെടുന്നില്ലേ? ഇനിയും അവര് ദൃഷ്ടാന്തങ്ങളും തെളിവുകളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നാണ് പരോക്ഷമായിട്ട് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ചോദ്യം. അപ്പോ വീണ്ടും അല്ലാഹു പറയുന്നത് അഫലാ യുഅ്മിനൂൻ എന്നാണ് അവിടെ ആ ആയത്തിന്റെ അവസാനമായിട്ട് പറയുന്നത്. അവർക്കെന്തേ അംഗീകരിക്കാൻ പറ്റുന്നില്ലേ എന്നാണ്. അവർക്കെന്ത് വിശ്വാസമില്ലേ? അഫലാ യുഅ്മിനൂൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ജീവിത ദർശനം സത്യമാണ് എന്നത് ബോധ്യപ്പെടാൻ അവർക്ക് ഇപ്പറഞ്ഞതൊന്നും തെളിവായിട്ട് മതിയായിട്ടില്ലേ എന്നാണ് ഇതിന്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൂചന. ആകാശങ്ങളും ഭൂമിയും ഒരൊറ്റ എൻറ്റിറ്റി ആയിരുന്നു. അതിനെ നാം പിളർക്കുകയാണ് ഉണ്ടായത്. ജീവനുള്ള സകലതും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ജലത്തിൽ നിന്നാണ് തുടങ്ങിയ കാര്യങ്ങൾ സത്യനിഷേധികളെ ചിന്തിപ്പിക്കുന്നില്ലേ? അവർക്ക് അവയുടെ അടിസ്ഥാനത്തിൽ വിശ്വാസം ഉൾക്കൊള്ളാൻ ആവുന്നില്ലേ എന്നാണ് ചോദ്യം. അഫലാ യുഅ്മിനൂൻ. എന്തിലാണ് ഇവിടെ വിശ്വാസം സൂചിപ്പിക്കപ്പെടുന്നത്? ആകാശത്തിലും ഭൂമിയിലും ജീവനുള്ള സകല സംഗതികളിലും അല്ല ഈ പറഞ്ഞ വസ്തുതകൾ ശാസ്ത്രീയമാണോ എന്നതിലല്ല. അതിലൊരു തർക്കമില്ല. ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും അതുപോലെ ജീവന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും എന്നുള്ള ഈ പ്രസ്താവനകളിൽ ആർക്കും തർക്കമില്ല. യഥാർത്ഥത്തിൽ ശാസ്ത്രലോകത്ത് ഈ നിഗമനങ്ങൾ ഉണ്ടായി വന്ന കാലശേഷം അതിനെ തുടർന്ന് പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചും ജീവന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും അതിനെ മികച്ചു നിൽക്കുന്ന കവച്ചു വെക്കുന്ന ഒരു സങ്കല്പവും ഒരു ആശയവും ആരും മുന്നോട്ട് വെച്ചിട്ടില്ല എന്നതാണ് വസ്തുത. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് അതിന്റെ മുമ്പ് പല സങ്കല്പങ്ങളും പലരും വെച്ച് പുലർത്തിയിരുന്നു. ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ചും അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ശാസ്ത്രത്തിന് ഇങ്ങനെ ഒരു ധാരണയിലേക്ക് എത്താൻ കഴിഞ്ഞതിന് ശേഷം പിന്നീട് അതിനേക്കാൾ മെച്ചപ്പെട്ടത് എന്ന വിധത്തില് പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചും അതുപോലെ ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ചും ഒന്നും പുതിയ തത്വങ്ങളോ സിദ്ധാന്തങ്ങളോ ഒന്നും ആരും മുന്നോട്ട് വെച്ചിട്ടില്ല എന്നതാണ് വസ്തുത. അഫലാ യുഅ്മിനൂൻ എന്ന് തുറന്നു ചോദിക്കുമ്പോൾ ഈ ശാസ്ത്ര തത്വങ്ങളിൽ അവർക്ക് വിശ്വാസമില്ലേ എന്നതല്ല യഥാർത്ഥത്തിൽ. ഈ ശാസ്ത്ര തത്വങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് പ്രപഞ്ച സൃഷ്ടാവില് വിശ്വാസമാവുന്നില്ലേ എന്നതാണ്. ആ പ്രപഞ്ച സൃഷ്ടാവിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്ന ഈ പ്രവാചകനിലും അദ്ദേഹം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഈ വേദഗ്രന്ഥത്തിലും നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ലേ എന്നാണ് ഈ ചോദ്യത്തിന്റെ മുന. വജഅൽനാ ഫിൽ അർദി റബാസിയ അൻ തമീദ ബിഹിം. അതുപോലെ തുടർന്ന് അല്ലാഹു പറയുന്നത് വജഅൽനാ ഫിൽ അർദി റബാസിയ. ഭൂമിയിൽ അവൻ വലിയ പർവ്വതങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. എന്തിനാണ്? അൻ തമീദ ബിഹിം. ജിബാല് അല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് റവാസിയ. റാസിയത്തിന്റെ ബഹുവചനാണ്. ഭൂമിയില് അതിന്റെ പൊസിഷൻ അതുപോലെ അതിന്റെ ഘടനയും അതിന്റെ പോസ്ചറും കൃത്യമായി അതിന്റെ ബാലൻസ് തെറ്റാതെ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് പർവ്വതങ്ങൾ സ്ഥാപിതമായത്. അല്ലെങ്കിൽ പർവ്വതങ്ങള് ഭൂമുഖത്ത് എവറസ്റ്റ് ഒക്കെ പോലെയുള്ള ഹിമാലയം പോലെയുള്ള പർവ്വതങ്ങള് ഭൂമിയിൽ എന്ത് റോളാണ് വഹിക്കുന്നത് എന്നത് ശാസ്ത്രീയമായി പഠന വിധേയമാക്കുമ്പോൾ അത്തരം പ്രതിഭാസങ്ങള് ഭൂമിയിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഭൂമി ഇപ്പോ
ഉള്ള വിധത്തിൽ അതിന്റെ ബാലൻസ് നിലനിർത്തി പോകുമായിരുന്നില്ല. കാറ്റിന്റെ ഗതിക്കും പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ കാരണങ്ങളാലും ഒക്കെയായിട്ട് ഭൂമി നിരന്തരം അടിമേൽ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഉണ്ടാവാതെ ഈ ഭൂമിയെ ബാലൻസ് ചെയ്ത് നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് പർവ്വതങ്ങൾ എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതും ഇവർക്ക് ചിന്തിച്ച് മനസ്സിലാക്കി അതിന്റെ ആസൂത്രകന്റെ അസ്തിത്വത്തെക്കുറിച്ച് ഉൾക്കൊള്ളാൻ പ്രേരണയാവേണ്ട ഒരു കാര്യമായിട്ടാണ് അല്ലാഹു ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. വജഅൽനാ ഫിൽ അർദി റബാസിയ അൻ തമീദ ബിഹിം. ഭൂമി ഇവരെയും കൊണ്ട് ഉലഞ്ഞാടി പോകാതിരിക്കാൻ, ഇവരെയും കൊണ്ട് ഉലഞ്ഞാടി പോകുക എന്ന് പറഞ്ഞാൽ അതിലെ സകല പ്രതിഭാസങ്ങൾ, ഭൂമിയിലുള്ള ജീവജാലങ്ങളും മനുഷ്യരും ഈ സത്യനിഷേധികളും അതുപോലെ ഭൂമിയുടെ മുകളിൽ മനുഷ്യര് പടുത്തുയർത്തിയിട്ടുള്ള കെട്ടിടങ്ങളും ഈ വക സംഗതികളൊക്കെ തന്നെ ഇതൊക്കെയുമായിട്ട് ഭൂമി ആടി ഉലഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ഭൂമിയുടെ ബാലൻസിനെ നിലനിർത്തുന്നതിനായിട്ട് നാം ഭൂമിയിൽ പർവ്വതങ്ങളെ സ്ഥാപിച്ചിരിക്കുന്നു എന്ന കാര്യം അതും അവര് ആലോചിക്കാതിരിക്കുകയാണ്. വിശാലമായ വഴികളെ നാം ഭൂമിയിൽ സംവിധാനിക്കുകയും ചെയ്തിരിക്കുന്നു. ഫിജാജ് എന്ന് പറഞ്ഞാൽ വലിയ വീതി വിസ്താരമുള്ള വഴികളാണ്. അരുവികളും തോടുകളും അതുപോലെ പുഴകളും സമുദ്രങ്ങളും ഒക്കെ ഇതൊക്കെയായിരുന്നു ഒരു കാലത്ത് മനുഷ്യന് വൻകരകളിലേക്ക് എത്തിപ്പെടാനുണ്ടായിരുന്ന വഴികൾ. അതൊക്കെ കരയായിരുന്നു എന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഇന്ന് നമ്മൾ കരുതുന്ന പോലെ വൻകരകളിലേക്ക് താണ്ടി എത്തുക എന്നത് അത്ര എളുപ്പമാകുമായിരുന്നില്ല. കടൽ യാത്രക്ക് വേണ്ട ഒരു വാഹനം, ഒരു കപ്പൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ വിദൂരമായ ഭൂഖണ്ഡങ്ങളിലേക്ക് എത്തുക എന്നത് കടൽ വഴി എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നു. കരവഴി പോകുന്നതിനേക്കാൾ എളുപ്പവും വേഗതയിലും പോകാൻ കഴിയുന്നതായിരുന്നു. ഇതേപോലെ തന്നെയായിരുന്നു അരുവികളും തോടുകളും ഒക്കെ തന്നെ. പുഴകള്, അരുവികള്, തോടുകള്, സമുദ്രങ്ങള്, കടലുകള്, സമുദ്രങ്ങൾ, ഇതൊക്കെ തന്നെ മനുഷ്യന് വിദൂരമായ ഭൂപ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള വിശാലമായ പാതകളായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള പാതകൾക്ക് ഉള്ള അടയാളപ്പെടുത്തലുകൾ, സാധ്യതകൾ ഭൂമുഖത്ത് കരയിലും ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് പരിചയിച്ചിട്ടുള്ള അന്തർദേശീയ പാതകളുണ്ട്, സിൽക്ക് റൂട്ടൊക്കെ പോലെയുള്ള പാതകൾ. അതുപോലെ ദർബ് സുബൈദ എന്നറിയപ്പെടുന്ന പഴയകാലത്ത് പൗരാണിക അറബ് ലോകത്തിന് സുപരിചിതമായിരുന്ന ഒരു പാതയുണ്ട്. അതുപോലെ മദായിൻ സ്വാലിഹിലൂടെ കടന്നു പോകുന്ന അങ്കാറ മുതൽ മദീന വരെ എത്തിയിരുന്ന റെയിൽപാളം, ഇതൊക്കെ തന്നെ അതുപോലെ കരയിലൂടെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള വിശാലമായ ദേശീയവും അന്തർദേശീയവുമായ പാതകൾ, ഇതൊക്കെ തന്നെ പ്രകൃതിയിലെ ഭൂതലത്തിലെ പ്രതിഭാസങ്ങളെ പരിഗണിച്ചുകൊണ്ട് മനുഷ്യൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. മനുഷ്യന് ഏത് റോഡ് നിർമ്മിക്കുമ്പോഴും ആ റോഡ് കടന്നു പോകേണ്ട ഭാഗത്ത് ഒരു സർവേ നടത്തും. അവിടെ ഉള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കുന്നതിന് വേണ്ടി. പർവ്വതങ്ങള്, നദികള്, തോടുകള് ഒക്കെ പലപ്പോഴും തടസ്സങ്ങളായിട്ടുണ്ടാകും. എന്നിട്ട് ഈ സാധ്യതകളെ, ഈ തടസ്സങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് മനുഷ്യര് റോഡുകള്, പാതകൾ ഉണ്ടാക്കാറുള്ളത്. ടിപ്പു സുൽത്താൻ റോഡിനെ കുറിച്ചൊന്ന് പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. കടലോരത്തുകൂടി അങ്ങനെ മൈസൂരിന്ന് പോന്നിട്ട് കടലോരത്തുകൂടി കേരളത്തിന്റെ
തെക്കൻ ഭാഗങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു വളരെ പഴയ ഒരു വലിയ പാതയാണ്. ഇതൊക്കെ തന്നെ പ്രകൃതിയില് ഭൂമുഖത്ത് ഭൂതലത്തില് അള്ളാഹു വെച്ചിരിക്കുന്ന ഈ പാതകൾക്ക് സൗകര്യപ്രദമാവുന്ന വിധത്തിലുള്ള പ്രതിഭാസങ്ങളെ പരിഗണിച്ചുകൊണ്ട് രൂപപ്പെട്ടു വന്ന റോഡുകളാണ്. നമ്മളെ PWD റോഡ് നിർമ്മാണത്തിന് മുതിരുമ്പോൾ റോഡിനുള്ള പ്ലാനാണ് ആദ്യം തയ്യാറാക്കുക. പ്ലാന് തയ്യാറാക്കുമ്പോൾ അതിന് ആവശ്യമായ സർവേ നടത്തും. ആ റോഡ് കടന്നു പോകേണ്ട ഭാഗത്ത്. ഇപ്പൊ നമ്മളുടെ പുതിയ ചില പാതകളെ കുറിച്ച് നമ്മൾ എപ്പോഴും സംസാരിക്കാറുണ്ടല്ലോ. സമാന്തരമായ പാതകൾ, വീതി കൂടിയ അതിവേഗത്തിൽ യാത്ര ചെയ്യാവുന്ന പാതകൾ, ഇതൊക്കെ. അപ്പൊ ഇതൊക്കെ തന്നെ ഭൂതലത്തിലുള്ള സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മനുഷ്യര് രൂപപ്പെടുത്തുന്ന വഴികളാണ്. അള്ളാഹുവിന്റെ ആസൂത്രണത്തില് ഇത്തരം വഴികൾക്കുള്ള സാധ്യതകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് ഖുർആൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. വജഅൽനാ ഫീഹാ ഫിജാജൻ സുബുലൻ ലഅല്ലഹും യഹ്തദൂൻ. അവര് വഴി അറിയുന്നവരാവട്ടെ എന്ന നിലക്കാണ്. അത് ഒരു ഭൂപ്രദേശത്ത് നിന്ന് വളരെ വിദൂരമായ മറ്റൊരു ഭൂപ്രദേശത്തേക്ക് എത്തിപ്പെടാൻ ആവശ്യമായ വഴി ഏത് എന്നത് അവര് മനസ്സിലാക്കട്ടെ എന്നതിനു വേണ്ടിയാണ് എന്നൊരർത്ഥം അതിൽ അടങ്ങിയിട്ടുണ്ട്. അതല്ലാത്ത മറ്റൊരു അർത്ഥവും അതിലുണ്ട്. ഈ ഭൂമി അള്ളാഹു സ്വോദ്ദേശപരമായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിൽ വലിയ വിശാലമായ പാതകളെ അവൻ ഒരു സാധ്യതയായി വെച്ചിട്ടുള്ളത് എന്ന് തിരിച്ചറിയുമ്പോൾ അത് മനുഷ്യന് സ്വന്തം ജീവിത സരണിയെക്കുറിച്ച് ബോധമുണ്ടാകാൻ ഉപകരിക്കുന്നതായിട്ട് മാറും. അവർക്ക് ജീവിത മാർഗദർശനം ലഭിക്കട്ടെ എന്ന വിധത്തിലാണ് ഈ സഞ്ചാരപാതകളെ അവൻ സംവിധാനിച്ചിട്ടുള്ളത് എന്നാണ് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്. അത് കേവലം റോഡ് വഴി അറിയുക എന്നതല്ല, അത് തീർച്ചയായിട്ടും അതിൽ അടങ്ങിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് സ്വദേശപരമായ ഒരു സംഗതിയാണ് ഈ ഭൂമിയും അതിലടങ്ങിയിട്ടുള്ള ജീവജാലങ്ങളും ഒക്കെയും തന്നെ എന്ന കാര്യം മനുഷ്യന് തിരിച്ചറിയണം. അപ്പോഴാണ് മനുഷ്യൻ തന്നെ എന്തിനു വേണ്ടിയാണ് തന്റെ സൃഷ്ടാവ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ചുള്ള ആലോചന ഉണ്ടാകും. അതാണ് അവന് ജീവിത മാർഗദർശനം പകർന്നു കൊടുക്കുന്ന ഒരു ആലോചന. ഈ ആലോചനയുള്ളവർക്കാണ് ദൈവിക വെളിപ്പാടുകൾ കൂടി അവരിലേക്ക് എത്തുമ്പോൾ, ദൈവിക സന്ദേശം കൂടി പ്രവാചകന്മാർ മുഖേന അവരിലേക്ക് എത്തുമ്പോൾ അവര് പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ തിരിച്ചറിയുകയും അവന് വഴിപ്പെടുകയും ചെയ്യുക. അപ്പൊ ആ നിലക്ക് കൂടി അവർക്ക് പ്രയോജനപ്പെടുന്നതാണ് ഈ ഭൂമുഖത്ത് അള്ളാഹു സജ്ജീകരിച്ചിട്ടുള്ള വിശാലമായ പാതകളും പാതകൾക്ക് സൗകര്യമൊരുക്കുന്ന സംവിധാനങ്ങളൊക്കെ തന്നെ. വജഅൽന സമാഅ സഖഫൻ മഹ്ഫൂള. ആകാശത്തിനെ അവൻ സുരക്ഷിതമായ ഒരു മേൽക്കൂരയാക്കിയിരിക്കുന്നു. ആകാശത്തിന് നാം വജഅൽന നാം ചെയ്ത് ആക്കിയിരിക്കുന്നു, സൃഷ്ടിച്ചിരിക്കുന്നു. അസ്സമാഅ സഖഫൻ മഹ്ഫൂള. സുരക്ഷിതമായ ഒരു മേൽക്കൂരയായിട്ടാണ് ആകാശത്തെ നാം സംവിധാനിച്ചിരിക്കുന്നത്. മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായ, വെൽ ഗാർഡഡ്, വെൽ പ്രൊട്ടക്റ്റഡ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ആകാശത്തിന്റെ അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് അതിന്റെ നിയന്ത്രണ രേഖക്കപ്പുറത്തേക്ക് പോവുക എന്നത് മനുഷ്യന് സാധിക്കുന്ന ഒരു കാര്യമല്ല. അള്ളാഹു ചില നിയന്ത്രണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ബിയോണ്ട് ദാറ്റ് മനുഷ്യന് പോകാൻ സാധ്യമല്ല. സാധിക്കും, അത് ഒരു സുൽത്താൻ ഉണ്ടെങ്കിൽ അല്ലാതെ സാധിക്കില്ല എന്നാണ് ഖുർആൻ ഒരിടത്ത് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു അധികാരം, ഒരു കഴിവ് പ്രത്യേകമായി നൽകപ്പെട്ടവർക്കല്ലാതെ അത് ആകാശത്തിന്റെ അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് പോവുക സാധ്യമല്ല. എന്തായാലും ആകാശത്തെ നാം ഒരു സുരക്ഷിതമായ മേൽക്കൂരയായി സംവിധാനിച്ചിരിക്കുന്നു എന്നത് നമ്മുടെ ആധുനിക കാലഘട്ടത്തിലെ ശാസ്ത്രീയ സാധ്യതകൾ വെച്ചുകൊണ്ട് വായിക്കുമ്പോൾ നമുക്ക് ഇന്ന് ഓസോൺ ലെയറിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നത് കാണാം. പലരും അതിനെക്കുറിച്ച് വേവലാതിപ്പെടാറുണ്ട്. ഭൂമുഖത്ത് മനുഷ്യരുണ്ടാക്കുന്ന പൊല്യൂഷൻ കാരണമായിട്ട് വാഹനങ്ങളും ഫാക്ടറികളും അതുപോലെയുള്ള പല
അപകടകരമായ ഫ്യൂംസും പുറത്തേക്ക് വിടുന്ന പ്രക്രിയകൾ, ഇത് കാരണമായിട്ട് ആകാശത്തിൽ നിന്ന് സൂര്യന്റെ കിരണങ്ങളിൽ നമുക്ക് ദ്രോഹകരമായിട്ടുള്ള പലതും ഭൂമുഖത്തേക്ക് എത്താത്ത വിധത്തില് ഭൂമിയെ സംരക്ഷിക്കുന്ന ഒരു സഖഫ്, ഒരു മേൽക്കൂര ഭൂമിക്കുണ്ട് എന്നാണ്. ആകാശത്തെ ആ വിധത്തിലുള്ള ഒരു മേൽക്കൂരയായിട്ട് ഒരു ഓസോൺ ലെയർ ഉണ്ട് എന്നത് ശാസ്ത്രം ഇപ്പോൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഖുർആൻ ആകാശത്തിന് വളരെ സുരക്ഷിതത്വം നൽകുന്ന ഒരു മേൽക്കൂരയായിട്ട് സംവിധാനിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. നമ്മുടെ അന്വേഷണങ്ങളും പഠനങ്ങളും ഒക്കെ എത്തിച്ചേർന്നിരിക്കുന്നത് സൂര്യന്റെ നമുക്ക് ദ്രോഹകരമായ പല രശ്മികളും ഭൂമിയിലേക്ക്, ഭൂമിക്ക് അപകടകരമാവുന്ന വിധത്തിലുള്ള അളവിൽ എത്താതിരിക്കുന്നതിന് വേണ്ടി അതിനൊരു അരിപ്പയായിട്ട്, ഒരു തടസ്സമായിട്ട് സ്ഥാപിതമായിരിക്കുന്ന ഒരു സംവിധാനം, അത് ആകാശത്തിലെ ഓസോൺ ലെയർ എന്നാണ് ശാസ്ത്രം പറയുന്നത്. അത് നമ്മൾ ഇന്ന് കണ്ടെത്തിയ കാര്യങ്ങളാണ്. നമ്മൾ കണ്ടെത്താൻ ഇനിയും അവശേഷിക്കുന്ന ധാരാളം കാര്യങ്ങൾ വേറെയും ഉണ്ടാകാം. അപ്പൊ ഈ സംവിധാനങ്ങള് ഒക്കെ അടക്കം ഇതൊക്കെ ഉൾപ്പെടുന്ന സുരക്ഷിതമായൊരു മേൽക്കൂര നാം ആകാശത്തിനുണ്ടാക്കിയിരിക്കുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. വഹും അൻ ആയാതിഹ മുഅ്രിദൂൻ. എന്നാൽ ഇവര് ഈ പ്രപഞ്ചത്തിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് തീർത്തും അശ്രദ്ധരാണ്. ഈ ആകാശങ്ങളുടെ ദൃഷ്ടാന്തങ്ങളുണ്ട്, അതിലടങ്ങിയിരിക്കുന്ന ദൈവിക സൂചനകളുണ്ട്, അതിനെക്കുറിച്ച് ഇവര് പൂർണ്ണമായിട്ട് അശ്രദ്ധയിലാണ് കഴിയുന്നത്. തികഞ്ഞ ശാസ്ത്രബോധത്തോടുകൂടി, യുക്തിബോധത്തോടുകൂടി പ്രപഞ്ചത്തെ നിരീക്ഷിക്കാനാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ആകാശത്തിൽ അള്ളാഹു വെച്ചിരിക്കുന്ന ഇത്തരം അസംഖ്യം ആയാത്തുകളുണ്ട്, അതിനെക്കുറിച്ച് അശ്രദ്ധരായിരിക്കുകയാണ് ഈ നിഷേധികൾ എന്നാണ് ഖുർആൻ ആക്ഷേപിക്കുന്നത് തന്നെ. വഹുവല്ലദീ ഖലഖൽ ലൈല വന്നഹാറ വശംസ വൽ ഖമറ. രാവിനെയും പകലിനെയും സൃഷ്ടിച്ചിരിക്കുന്നതും സൂര്യനെയും ചന്ദ്രനെയും രൂപകൽപ്പന ചെയ്തിട്ടുള്ളതും അവനാണ്. കുല്ലും ഫീ ഫലക്കിൻ യസ്ബഹൂൻ. എല്ലാം അവയുടെ ഓരോന്നിനുമായിട്ടുള്ള ഭ്രമണപഥത്തിൽ അങ്ങനെ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. എല്ലാ ഈ ഗോളങ്ങളും, ഈ പ്രപഞ്ചത്തിലുള്ള കോസ്മിക് ബോഡീസ്, ഹെവൻലി ബോഡീസ് എന്ന പേരിൽ നമ്മൾ പരിചയപ്പെടാറുള്ള നക്ഷത്രങ്ങളും ഗോളങ്ങളും ഉപഗ്രഹങ്ങളും ഗ്രഹങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഇതിൽ ഓരോന്നിനും ഓരോന്നിൻ്റെതായ ഓർബിറ്റ് ഉണ്ട്. ഈ കാര്യം ശാസ്ത്രം കണ്ടെത്തിയ, ശാസ്ത്രം സ്ഥാപിച്ച, മനസ്സിലാക്കിയ കാര്യമാണ്. ഓരോന്നിനും ഓരോ ഓർബിറ്റ് ഉണ്ട് എന്നുള്ളത്. ഇത് പക്ഷേ ഖുർആൻ വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. കുല്ലും ഫീ ഫലക്കിൻ യസ്ബഹൂൻ. ഓരോന്നും അതിന്റെ ഒരു സഞ്ചാര പദത്തിലാണ് നീന്തിക്കൊണ്ടിരിക്കുന്നത്. പരസ്പരം കൂട്ടിമുട്ടാത്ത വിധത്തിലുള്ള ഓരോന്നിനും വ്യത്യസ്തമായ സഞ്ചാര പദങ്ങളാണ് അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത്. സൂര്യനും ചന്ദ്രനും കൂട്ടിമുട്ടുന്നില്ല, നക്ഷത്രങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുന്നില്ല, ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒന്നും തന്നെ പരസ്പരം കൂട്ടിമുട്ടുന്നില്ല. ആ വിധത്തിൽ ഓരോന്നിനും നീന്തി തുടിക്കുവാൻ പറ്റിയ ഒരു സഞ്ചാരപഥം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ശാസ്ത്രം ഇതിന്റെ ശാസ്ത്ര പഠനങ്ങൾ, പ്രപഞ്ച സംവിധാനങ്ങളെ കുറിച്ചുള്ള ശാസ്ത്ര പഠനം ഇക്കാര്യം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നത് നമുക്കറിയാം. ഇതൊക്കെ പക്ഷേ കഴിഞ്ഞ 100-200 വർഷങ്ങൾക്കുള്ളിലുള്ള ശാസ്ത്ര മുന്നേറ്റത്തില് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഖുർആൻ ദൈവിക പ്രതിഭാസങ്ങളായിട്ട് ഇത് നേരത്തെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഇത്തരം സൂചനകളാണ് വിശുദ്ധ ഖുർആന്റെ അവതരണത്തിന് ശേഷം 8-10 നൂറ്റാണ്ടുകള് ലോകത്ത് ശാസ്ത്ര മുന്നേറ്റത്തിന് കാരണമാകുന്ന വിധത്തില് ധാരാളം ആളുകളെ ചിന്തിപ്പിച്ചതും അവരെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കാൻ പ്രേരിപ്പിച്ചതും എന്നത് ചരിത്രം ഒന്ന് വിലയിരുത്തിയാൽ നമുക്ക് ബോധ്യപ്പെടും. വഹുവല്ലദീ ഖലഖൽ ലൈല വന്നഹാറ വശംസ വൽ ഖമറ കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. എല്ലാ ഗോളങ്ങളും
എല്ലാ കോസ്മിക് ബോഡീസും ഓരോന്നും ഓരോന്നിൻ്റെതായ ഫലക്കിലാണ്, ഓരോന്നും അതിൻ്റെതായ ഭ്രമണപഥത്തിലാണ്, സഞ്ചാരപഥത്തിലാണ് നീന്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. എല്ലാം നീന്തിക്കൊണ്ടിരിക്കുകയാണ്. യസ്ബഹൂൻ എന്ന് പറഞ്ഞാൽ അവർ നീന്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോ ഫ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു വസ്തു അവിടെ ഉണ്ട്. ഒന്നുകിൽ അത് ദ്രാവകമാകാം, അല്ലെങ്കിൽ വാതകമാവാം, അല്ലാഹു അഅലം. ഏതോ വിധത്തിലുള്ള ഈ ഗോളങ്ങൾക്ക് ഫ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതലം, ഒരു ഭ്രമണപഥം, ഒരു സഞ്ചാരപഥം ഈ ഓരോ വാനപ്രതിഭാസത്തിനും ഉണ്ട് എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഇതൊന്നും ഈ നിഷേധികളെ ചിന്തിപ്പിക്കുന്നില്ലേ? ഇത് നിങ്ങൾ സങ്കല്പിക്കുന്ന ഈ അബദ്ധ ദൈവങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ സംഗതിയാണോ? അതോ പ്രപഞ്ച സാകല്യത്തെ ഒന്നാകെ ആസൂത്രണം ചെയ്തുകൊണ്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള പ്രപഞ്ചനാഥനായ ഏകനായ റബ്ബിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ എന്നതാണ് ഇവര് ആലോചിക്കേണ്ടിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താ ഇവര് ആലോചിക്കുന്നില്ലേ എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ചോദ്യം. ഒരുപാട് നീണ്ടുപോയി, ക്ഷമിക്കണം. ഞാൻ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.